മൂന്ന് പേരും പ്ലസ് എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ മൂന്ന് പേരുടെ കൂടെ ഒരാളും കൂടെ വളരെ ഇമ്പോർട്ടൻ്റ്. സൗണ്ട് ഡിസൈനർ, സൗണ്ട് എൻജിനീയർ, വെരി ഇമ്പോർട്ടൻറ്റ്. മുൻപ് നമ്മുടെ പല ഗാനങ്ങളിലും ഇന്ന് നമ്മൾ വീണ്ടും അത് കേൾക്കുന്ന സമയത്ത് പഴയ ഗാനങ്ങൾ, ഞാൻ പീരീഡ് പറയുന്നില്ലേ, ഏത് പീരീഡിലുള്ള ഗാനങ്ങളാണെന്ന് പറയുന്നില്ലേ, കേൾക്കുമ്പോൾ ഒരു ഇൻസ്ട്രുമെൻ്റ് നിൽക്കാവുന്ന ഒരു ഏരിയ, വയലിൻ ഗ്രൂപ്പ്, വയലിൻ നിൽക്കാവുന്ന ഒരു ലെവല്, അതിലും വിട്ട് ഒരുപാട് ഹൈറ്റിൽ ജാർ ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസ്റ്റോർട്ട് ആവുന്ന ലെവലിൽ പല ഇൻസ്ട്രുമെൻസും പ്രയോഗങ്ങൾ ഉണ്ട് പല ഇതിലും. ഇന്നത്തെ അത് ഡെവലപ്പ് ചെയ്ത് അന്നുണ്ടായിരുന്ന ഇതിനേക്കാളും കൂടുതൽ സൗകര്യങ്ങൾ ഇന്നുണ്ട് ചെയ്യാനായിട്ട്. ഒരു പ്രാവശ്യം ചെയ്തു കേട്ടു, വീണ്ടും ചെയ്തു, റിഫൈൻ ചെയ്ത്. ചോദ്യത്തിൻ്റെ ആൻസറിലേക്കാണ് വരുന്നത്. സംഗീതം ആദ്യം മ്യൂസിക് ആണുണ്ടാകുന്നത്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ആദ്യം ട്യൂൺ ചിട്ടപ്പെടുത്തിയതിന് ശേഷം രണ്ടാമതായിട്ട് അതിൻ്റെ വരികൾ ജനിക്കുന്നു, അതിനുശേഷം ഇത് പാടുന്നു. ഈ മൂന്ന് ഘടകങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പക്ഷേ അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് സൗണ്ട് എൻജിനീയറിങ്, അല്ലെങ്കിൽ സൗണ്ട് ഡിസൈനിങ്, സൗണ്ട് മിക്സിങ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഈ സൗണ്ട് മിക്സിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റാണ്. എന്താ വെച്ചാൽ ഇന്ന് നമുക്ക് മുമ്പുണ്ടായിരുന്ന ഒരു പർട്ടിക്കുലർ ഒരു ദൂരദർശനോ അല്ലെങ്കിൽ മുമ്പുണ്ടായിരുന്ന ഒരു ആകാശവാണിയോ അല്ല ഇന്നുള്ളത്. ഇന്ന് നമ്മുടെ മുമ്പിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എനിക്ക് തോന്നുന്ന ഒരു 27, 26, 27, 28, 30 താഴെ ചാനലുകൾ നമുക്ക് മലയാളത്തിന് മാത്രമായിട്ടുണ്ട്. ഗംഭീര ക്വാളിറ്റിയുള്ള ചാനലുകൾ. ഇനി ഇന്ത്യൻ ചാനൽസ്, അത് കഴിഞ്ഞാൽ പുറമേയുള്ള ചാനലുകൾ ഒക്കെ അങ്ങനെ വൈഡായിട്ട് കിടക്കുക. ഈ ഏരിയയിൽ നമുക്ക് കേൾക്കാൻ പറ്റുന്ന ശബ്ദങ്ങളും കാണാൻ പറ്റുന്ന വിഷ്വൽസും റിച്ചായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നതുകൊണ്ട് ആ ക്വാളിറ്റിയിലേക്ക് എത്താനായിട്ട് സൗണ്ട് എൻജിനീയറും മ്യൂസിക് ഡയറക്ടറും ലിറിക്സ് റൈറ്ററും സിംഗറും സൗണ്ട് എൻജിനീയറും വളരെ ഇമ്പോർട്ടൻ്റ്. ഇപ്പോൾ ഒരാളും കൂടെ എനിക്ക് തോന്നുന്നു വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിനെ പറ്റി എനിക്ക് എന്താ പറയുക, ഒരു ഡിസ്ക്രിപ്ഷൻ പറയാൻ, ഈസ് എ മാൻ വിത്ത് ഫുൾ ഓഫ് മ്യൂസിക് സംഗീതം മാത്രം. സംഗീതത്തിൻ്റെ ഇപ്പോൾ നമ്മൾ ഓരോ മ്യൂസിക് ഡയറക്ടർമാരെയും പറ്റി നമ്മൾ ഓർക്കുമ്പോൾ ചില പർട്ടിക്കുലർ ഏരിയകളിലായിരിക്കും അവരൊക്കെ ഒത്തിരി ഷൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ചില പർട്ടിക്കുലർ സ്റ്റൈൽസിലായിരിക്കും അവർക്ക് കൂടുതലും ഇഷ്ടം. പക്ഷേ റഹ്മാൻ സാറിൻ്റെ എനിക്ക് എല്ലാം മനസ്സിലായി എന്നല്ല പറയുന്നത്, പലതും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഒരുപാട് സ്റ്റൈൽസ്, ഒത്തിരി ഡിഫറെൻറ്റ് സ്റ്റൈലുകൾ നമുക്ക് പരിചയപ്പെടുത്താനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം മാറി വേറെ ഒരു വഴി കൂടി പോകുന്നത്. മറ്റേത് കോമൺ ആയിട്ട് എന്താ വെച്ചാൽ നമുക്ക് പരിചയമില്ല, അതിങ്ങനെ സമൃദ്ധിയായിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് തരായിരുന്നു. ഓക്കെ, ഫാസ്റ്റ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇപ്പോൾ അറബിക് ഇൻഫ്ലുവൻസ് ഉള്ള മ്യൂസിക്കുകൾ, അല്ലെങ്കിൽ കർണാട്ടിക്കിൽ തന്നെ കർണാട്ടിക് ചോയുള്ള ഫാസ്റ്റ് നമ്പേഴ്സ്, അറബിക് ചോയുള്ള ഫാസ്റ്റ് നമ്പേഴ്സ്, പക്ക റോക്ക് സ്റ്റൈലുള്ള പാട്ടുകൾ, ഒരുപാട് നല്ല നല്ല വെറൈറ്റി ഓഫ് മ്യൂസിക്സ്, പലതരത്തിലുള്ള സ്റ്റൈലുകൾ, പലതരത്തിലുള്ള ശബ്ദങ്ങൾ. നമുക്ക് പരിചയമില്ല, നമുക്ക് ആകെ പരിചയമുണ്ടായിരുന്ന കുറച്ച് ഇൻസ്ട്രുമെൻസിൻ്റെ ശബ്ദങ്ങളും വളരെ പിശുക്കിയാണ് നമ്മുടെ സംഗീതത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷെ ഇദ്ദേഹം വന്നതിന് ശേഷം ഇൻ്റർനാഷണൽ സൗണ്ടുകൾ, പലതരത്തിലുള്ള ടോണൽ ക്വാളിറ്റി, റെക്കോർഡിംഗ് ക്വാളിറ്റി എല്ലാം നമുക്ക് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് കേൾക്കാനായിട്ട് സാധിച്ചു. ശരിക്കും അത് കുറച്ച് നമുക്കൊരു ഹാർഡ് ടൈം ലൈഫിൽ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ചെറിയ കാര്യങ്ങളിൽ, ഇപ്പോൾ ഒന്നും വേണ്ട, ഞാൻ ഈ വെക്കേഷന് എനിക്ക് ഒത്തിരി സന്തോഷം കിട്ടിയൊരു സാധനം, മക്കൾക്കൊരു ഊഞ്ഞാല് വാങ്ങി. ഐ ആം സോ ഹാപ്പി. ചെറിയ കാര്യങ്ങൾ, അതിപ്പോൾ നിറയെ പൈസയുള്ള ഒരു സമയത്തൊക്കെ ഊഞ്ഞാല് വാങ്ങിച്ചിട്ട്, ഒരു കോഴിക്കോട് വാങ്ങിച്ചു, കാറ് വാങ്ങിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് രസമില്ല. പതുക്കെ ബുദ്ധിമുട്ടി ഹാർഡ് വർക്ക് ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് കിട്ടുന്ന ചെറിയ അച്ചീവ്മെൻറ്റ്സ് അതായിരിക്കും ലാസ്റ്റ് ചെയ്യാമെന്നാണ് എൻ്റെ ഒരു ചെറിയ അഭിപ്രായം. പ്രത്യേകിച്ചും ഒരു ചെറിയ പീരീഡിലാണ്, ഒരു വർഷം കൊണ്ടാണ് ഇവരുടെ ഈ പ്രത്യേകിച്ച് റിയാലിറ്റി ഷോസിലൊക്കെ വരുന്ന ഫെയിം എന്ന് പറഞ്ഞാൽ, നോർമലായിട്ട് 10-20 കൊല്ലം ഹാർഡ് വർക്ക് ചെയ്ത് വന്ന് ഒരു പ്ലേബാക്ക് സിംഗർക്ക് കിട്ടുന്ന ഫെയിം ഇത്രയാണെന്ന് വയ്ക്കുക.
അല്ലെങ്കിൽ എൻ്റെ മൂക്കിനോളുണ്ടെന്ന് വയ്ക്കൂ. ഒറ്റ വർഷം കൊണ്ട് എൻ്റെ ഒരു 3 ഇരട്ടി ഹൈറ്റിലുള്ള ഫെയിമാണ് ഈ പറഞ്ഞ. അപ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ പലപ്പോഴും ഇപ്പോൾ അങ്ങനെയില്ല, പ്രത്യേകിച്ച് ചില സമയത്തൊക്കെ പറ്റുന്നത് ഈ ഒരു ഓവർ എക്സൈറ്റ്മെൻറ്റ് വരുന്നു. ഓവർ എക്സൈറ്റ്മെൻറ്റ് വരുമ്പോൾ നമുക്ക് കൂടുതൽ ഓക്കെ ഫൈൻ, ഞാൻ എൻ്റെ ഗോള് അച്ചീവ് ചെയ്ത് കഴിഞ്ഞു, മേ ബി ഒരു നല്ലൊരു അപ്പാർട്ട്മെൻറ്റ് കിട്ടി, അല്ലെങ്കിൽ കുറേ പൈസ സമ്പാദിച്ചു, ഇനഫ്, നല്ലൊരു സംഭവം. അപ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ, നമ്മുടെ ബിഹേവിങ്ങിൽ വ്യത്യാസം വരും, നമ്മളുടെ സമീപനങ്ങളിൽ വ്യത്യാസം വരും. അതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത്രയും ടാലൻ്റുള്ള, ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ ടെൻഷൻ അടിച്ച് പെർഫോം ചെയ്യുന്ന ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ റിയാലിറ്റി ഷോൻ്റെ സ്റ്റേജാണ്. കാരണം നമ്മൾ പെർഫോം ചെയ്യാൻ പോകുന്നത് ഗംഭീര ടാലൻ്റുള്ള കുട്ടികളുടെ കൂടെ. അവരൊക്കെ കുറച്ച് ഈ കാര്യങ്ങളിലും കുറച്ച് ബിഹേവിങ്, കുറച്ച് അവരുടെ ഗുരുത്വം, അങ്ങനെയുള്ള കാര്യങ്ങളിലും കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക്, പ്രത്യേകിച്ചും കേരളത്തിൽ, കേരളം നിറയെ നല്ല നല്ല മ്യൂസിഷ്യൻസ്, നല്ല സിംഗേഴ്സൊക്കെ വരും. മൈ ഫാമിലി ആൻഡ് മൈ ഫ്രണ്ട്സ്. കാരണം എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഫ്രണ്ട്സ് എന്ന് പറയുന്നതിനൊക്കെ എൻ്റെ വെൽ വിഷേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ജസ്റ്റ് ലൈക്ക് ഇപ്പോൾ എൻ്റെ ചെറിയ ചെറിയ വളർച്ചകളിൽ സന്തോഷിക്കുന്ന, എൻ്റെ അച്ഛനും അമ്മയും സന്തോഷിക്കുന്നത് പോലെ തന്നെ സന്തോഷിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട് എനിക്ക്. അപ്പോൾ എനിക്ക് വേണ്ടി പ്രയർ ചെയ്യുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. ഫ്രാങ്കോന് വേണ്ടിയിട്ട് പ്രയർ ഡെയിലി ചെയ്യുന്നവർ. ഇപ്പോൾ എൻ്റെ അടുത്ത് ബാംഗ്ലൂരിൽ നിന്ന് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട്, നീ അടുത്ത് ബാംഗ്ലൂർക്ക് ഇങ്ങനെ വരുന്നുണ്ടോ? എന്തേ? ഇല്ല, ഞാൻ എൻ്റെ പേരിലൊരു കുർബാന ചെല്ലുന്നുണ്ട്, അപ്പോൾ നീ വരുന്ന ദിവസമാണെങ്കിൽ നമുക്ക് അന്നത്തേക്ക് ആക്കാം. അത്രയും ആളുകൾ അതിനു വേണ്ടി അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ദൈവം തന്നിട്ടുള്ള കഴിവുകൾ അതിന് അത്രയും തന്നെ സപ്പോർട്ട് എനിക്ക് കിട്ടുമ്പോൾ അതൊരു വലിയ സ്ട്രെങ്ത്താണ്.